കുറച്ച് കോൺട്രവേഴ്സീസിൽ കൂടെ ലൈം ലൈറ്റിൽ പെട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂ ഉണ്ടായി, അതൊരു സ്കാറാവാൻ ഞാൻ സമ്മതിക്കാറില്ല. അതിനെ ഒരു മിസ്റ്റേക്കായിട്ട് കണ്ടു, ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ വിജയ് ബാബുവിന് തോന്നുന്നത് ആരാണ്? അല്ല, അങ്ങനെ തോന്നിയപ്പോഴല്ലേ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് ഹോം ചെയ്തത്. സ്റ്റാർഡം എന്ന് പറയുന്നത് മലയാളത്തിൽ ഇനി എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും സിനിമ മോശമാണെങ്കിൽ അത് വാഷ് ഔട്ടായി പോകും. പടക്കളം ഏകദേശം ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ആട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വലിയ 3 സെറ്റുകളാണ് ഇട്ടത്. ആടിന് അങ്ങനെ ഒരു ഐശ്വര്യമുണ്ട്, എപ്പോൾ തുടങ്ങിയാലും മഴയാണ്. ആട് 1 മഴയായിരുന്നു, ആട് 2 12 ദിവസം ഞങ്ങൾ വെറുതെ ഇരുന്നു. അതൊരു ഐശ്വര്യല്ലേ? ഐശ്വര്യ എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു ഐശ്വര്യമായി പോയി. ഏകദേശം 1 കോടി രൂപ കയ്യിൽ നിന്ന് പോയൊരു ഐശ്വര്യം, അത്ര ഐശ്വര്യം വേണ്ട. റിവ്യൂ പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ കിട്ടും എന്ന് വിചാരിച്ച് റിവ്യൂവിലേക്ക് വരുന്ന സിനിമയെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്ത റിവ്യൂവേഴ്സും ഉണ്ട്. പടക്കലത്തിൻ്റെ റിവ്യൂ വെച്ചാൽ അങ്ങനെ ഒരു പടം, ആ ആക്ടറിൻ്റെ പേരെന്താ അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സിനിമയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. സുരാജ് സഹകരിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീൻ സഹകരിച്ചിട്ടുണ്ട്, പിള്ളേരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർക്കും കൂടെ തോന്നണം ഈ സിനിമ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിതിന് ഇത്ര ശമ്പളമേ വാങ്ങിക്കുന്നുള്ളൂ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹലോ, ഇന്ന് മൂവി വേൾഡ് മീഡിയയുടെ ഗസ്റ്റായിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള ഒരാളാണ്. ആക്ടർ, പ്രൊഡ്യൂസർ, ദ മാൻ ബിഹൈൻഡ് ഫ്രൈഡേ ഫിലിം ഹൗസ്, വിജയ് ബാബു. താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. വളരെയധികം എൻ്റർടൈനിങ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് ഒരു ഫിലിം തിയേറ്ററിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പടക്കളം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു ദാറ്റ്. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെൻറ്റിൽ? അല്ല, ഇത് ഭയങ്കര ഒരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. ബിക്കോസ് തുടരും എന്ന് പറയുന്ന സിനിമ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പടക്കളം എന്ന് പറയുന്ന ഒരു എന്താണ് ആ ജോണറെന്ന് മനസ്സിലാവാതെ ഇപ്പം പലരും എന്നോട് സിനിമ കണ്ടിട്ട് ചോദിച്ചു, ഒരു ജസ്റ്റ് ഒരു കോമഡി ഫിലിം എന്നാണ് വിചാരിച്ചത്. ബിക്കോസ് അതിൻ്റെ ഒരു പോസ്റ്ററിൻ്റെ മൂഡോ അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രീ റിലീസ് ഇൻ്റർവ്യൂസിൽ നമ്മൾ അതിൻ്റെ ഒരു സർപ്രൈസ് എലമെൻറ്റ്സ് അധികം റിവീൽ ചെയ്യാതുള്ളൊരു പ്രൊമോഷനാണ്, വളരെ സട്ടിലായിട്ടുള്ളൊരു പ്രൊമോഷനിലാണ് വരുന്നത്. അപ്പോൾ ഇത് കോളേജ് അവധിക്ക് തന്നെ റിലീസ് ചെയ്യണം എന്ന് ഒരു എൻ്റെ പ്ലാനിൽ അതുണ്ടായിരുന്നു. കാരണം ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഒരു കുടുംബത്തിന് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പേർപ്പസ്ലി അതിനകത്ത് ഒരു തെറിവാക്കോ അല്ലെങ്കിൽ ഒരു സ്മോക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാം. അപ്പം ഒരു സർപ്രൈസ് ജോണറായിരുന്നു. സോ വി വർ കീപ്പിംഗ് അവർ ഫിംഗേഴ്സ് ക്രോസ്. ബട്ട് കണ്ടൻറ്റിൽ നമ്മൾ അത്രയും ഫോക്കസ് ചെയ്തിരുന്നു. ലൈക്ക് ഈ കണ്ടൻറ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടും, അത് എൻ്റർടൈനിങ് ആണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തുടരും തിയേറ്ററിൽ വളരെ ശക്തമായിട്ട് മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, റിലീസ് മാറ്റി വയ്ക്കുന്നോ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊച്ചു പടം ഇതിൻ്റെ ഇടയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കൂടാതെ അതിൻ്റെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അന്ന് തന്നെ 3-4 സിനിമകൾ വേറെയുണ്ട്. ലിസ്റ്റൺ ദിലീപ് കോംബോ സിനിമ വരുന്നു. അപ്പോൾ ഐ സെഡ് എനിക്ക് ഒന്നാമത്തെ പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആടിൻ്റെ ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആടിൻ്റെ ഷൂട്ട് തുടങ്ങുന്നു. ഒരാഴ്ച പോലും ഇല്ല. അത് നേരത്തെ പ്ലാൻ ചെയ്തതാണ്, ഇതിൻ്റെ റിലീസ് ഇതിന് മുമ്പേ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് നടന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. ഓരോ ഡേറ്റ് നോക്കുമ്പോഴിപ്പം ആദ്യം ഫെബിൽ ഇറക്കാൻ നോക്കി, അപ്പം കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയില്ല. അത് കൂടാതെ ഫെബിലും ഇതേപോലെ ഇത് വാലൻറ്റൈൻസ് ഡേക്ക് Feb 14 ഇറക്കണം എന്ന് വിചാരിച്ചാണ്. അത് നടന്നില്ല. അതിനുശേഷം പിന്നെ നോമ്പ് കാലമായി. അതിനുശേഷം എംബ്രാൻ വന്നു. എംബ്രാൻ്റെ കണ്ടിന്യൂഷനായിട്ട് വിഷുവിന് 4 പടങ്ങൾ വന്നു. ഒരേ ജോണർ എന്ന് പറയാൻ പറ്റില്ല, ഒരേ ടാർഗറ്റ് ഓഡിയൻസാണ്. ഇപ്പം ജിംഖാനയും മരണമാസും അതേ ഒരു യൂത്തിനെ ടാർഗറ്റ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്ന് വെച്ച് അതും ഒഴിഞ്ഞു നിന്നു. അപ്പോൾ April 26 റിലീസ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വിഷു കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ പ്ലാൻ തുടങ്ങി. ആ ഡേറ്റിൽ തന്നെ തുടരും വന്നു. പിന്നെ എപ്പോൾ എന്നിങ്ങനെ ആലോചിച്ചു. ആടിൻ്റെ ഷൂട്ട് തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ കണ്ടൻറ്റ്. ഇന്ന് നമ്മൾ 4 ആഴ്ച കഴിഞ്ഞ് 5-ാം ആഴ്ചയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ലൈക്ക് അക്സെപ്റ്റ് ചെയ്തു. ഇറ്റ്സ് ബിക്കം എ സൂപ്പർ ഹിറ്റ്. ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുന്നത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റിലേക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതൊരു 11-ാം ദിവസം തന്നെ ഞാൻ പ്രോഫിറ്റിലെത്തി.
എനിക്ക് സന്തോഷം വന്നാലല്ലേ ഉള്ളൂ. ചിലപ്പോൾ സംഭവിക്കാറുള്ളത് പടം സൂപ്പർ ഹിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യും, ചിലപ്പോൾ കോസ്റ്റ് കൂടുതലോ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സന്തോഷം വരണമെന്നില്ല, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും അച്ചീവ് ചെയ്തു. കാരണം എനിക്ക് ഇത്രയും മെസ്സേജസ് വന്ന ഒരു സിനിമ, അതായത് എല്ലാവരും ഒരു നെഗറ്റീവ് പോലും പറയാതെ കാണുന്നവരെല്ലാം, അത് റിവ്യൂവേഴ്സ് ആണെങ്കിലും അത് നോർമൽ ഓഡിയൻസ് ആണെങ്കിലും കണ്ടവരെല്ലാം, അത് ഇപ്പോൾ എനിക്ക് ഹോം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്, അത് വേറൊരു ജോണറാണ്, എനിക്ക് ഇത്രയും മെസ്സേജസ് ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ളത് ഇതിനാണ്. പ്രോബബ്ലി ചിലപ്പോൾ മങ്കിപ്പൻ പോലൊരു സിനിമയ്ക്ക് വന്നേക്കാം, പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ സോഷ്യൽ മീഡിയ ആക്റ്റീവായി ഇത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് റിലീസ് ചെയ്ത ഒരു സിനിമ എന്ന ഇതും കൊണ്ടും കൂടെ ആയിരിക്കാം അത്രയേറെ മെസ്സേജസ് എനിക്ക് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ഹോളിഡേ മൂഡിൽ വളരെ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത്. കൊച്ചുപടം നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. അത് കൊച്ചുപടം അല്ലായിരുന്നു, അതാണ് എല്ലാവരും കൊച്ചുപടം എന്താ നമ്മൾ ഈ കാസ്റ്റ് വെച്ചിട്ട് അതിനെ അസസ് ചെയ്യുന്ന ഒരു പ്രവണത മലയാളത്തിലുണ്ട്. പക്ഷെ ഞാനങ്ങനെ കാസ്റ്റ് വെച്ചിട്ട് പോകുന്ന ഒരാളല്ല. നമുക്ക് ആ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് എന്ന് തോന്നുന്ന കാസ്റ്റിനെയാണ് നമ്മൾ വെക്കാറ്. അത് ഞങ്ങളുടെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ഒരു സിഗ്നേച്ചറാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ബാനറിനെ വിശ്വസിക്കൂ. ബിക്കോസ് പുതുമുഖ ഡയറക്ടറെയാണ് കൊണ്ടുവരുന്നത്, അദ്ദേഹത്തിനൊരു പാസ്റ്റ് ഇല്ല. സോ ആൻഡ് വെൻ യു ലുക്ക് അറ്റ് ദ കാസ്റ്റ്, ഓക്കെ, അമേസിങ് ആക്ടേഴ്സ്, ബട്ട് വാട്ട് യു കോൾ ഇറ്റ്, ദ സ്റ്റാർഡം എന്ന് പറയുന്ന, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. സ്റ്റാർഡം എന്ന് പറയുന്നത് ആദ്യ ഡേയിൽ ഐബോൾസിനെ അട്രാക്റ്റ് ചെയ്യാനും ഫുട്ഫോൾസ് ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാളത്തിൽ ഇനി എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും സിനിമ മോശമാണെങ്കിൽ അത് വാഷ് ഔട്ടായി പോകും. അപ്പം അതുകൊണ്ട് ഐ ഫോക്കസ് ഓൺ കണ്ടൻറ് ആൻഡ് ഐ ടേക്ക് ആക്ടേഴ്സ് ഹു ക്യാൻ പെർഫോം ദറ്റ് ക്യാരക്ടർ ടു ദ ബെസ്റ്റ് ആൻഡ് ഹു ആർ, ഇപ്പോൾ ഹോമിൽ ഞാൻ ഇന്ദ്രൻ ചേട്ടനെ വെച്ച് ആ സിനിമ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് ഇന്ദ്രൻ ചേട്ടനാണ് ആ സമയത്ത് ആപ്റ്റ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. പലരും ചോദിച്ചു ഇതെങ്ങനെ വർക്കൗട്ടാവും. അത് ലെറ്റ്സ് ഫോക്കസ് ഓൺ കണ്ടന്റ്. ലെറ്റ്സ് ഫോക്കസ് ഓൺ കണ്ടന്റ്. കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആയാൽ ഒരു സിനിമ വർക്കാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പടക്കളത്തിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിലും അവർ ഭയങ്കര ത്രിൽഡായിരുന്നു. ആ ഫിലിം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിലും അവർ ആ ക്യാരക്ടറിൽ ഇപ്പോഴും എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. ഷറഫുദ്ദീൻ്റെ ഒക്കെ ഓരോ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഞാൻ ഇതിൽ അഴിഞ്ഞാടി അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷറഫ് ആദ്യം തൊട്ടേ ഇത് സ്ക്രിപ്റ്റ് കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവസാനം ഞാൻ പോയി ഇരുന്ന് ഇത് ഓൾമോസ്റ്റ് കൺവിൻസ് ആയി കഴിഞ്ഞ് പുള്ളിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം പുള്ളി ചോദിച്ചു, ഞാൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. പുള്ളി വളരെ ഒരുപാട് സിനിമകളിൽ പോയി അഭിനയിക്കുന്ന ആളല്ല. ഐ മീൻ ഈസ് വെരി സെലക്റ്റീവ് ആൻഡ് ഈസ് വെരി ക്ലിയർ ഇൻ വാട്ട് ഹി വാണ്ട്സ് ടു നോ അബൌട്ട് ദറ്റ് ക്യാരക്ടർ. ആൻഡ് വൺസ് പുള്ളി ആ ക്യാരക്ടറിലേക്ക് എത്തിയാൽ പുള്ളി തരുന്ന ഇംപ്രവൈസേഷൻ എന്ന് പറയുന്നത് മൈൻഡ് ബ്ലോയിങ് ആണ്. ഐ തിങ്ക് ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ പടക്കളം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയും അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ വേറെ മലയാളത്തിലില്ല. നമുക്ക് സുരാജിന് ഒരുപാട് വെറൈറ്റി റോൾസ് കിട്ടിയിട്ടുണ്ട്, സുരാജിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഷറഫുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അത്രയും മാനറിസംസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഫസ്റ്റിലുള്ള ഒരു മാനറിസം അല്ല സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ഇടയിൽ പെട്ടെന്ന് ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഉണ്ട്. ആ ഷിഫ്റ്റിനെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി ഇത് ചെയ്തത്, ആക്ട് ചെയ്തത്. ഫോർ എക്സാമ്പിൾ ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇതിൽ തന്നെ പുള്ളി നോക്കിയിട്ട് എൻ്റെ ബാക്ക് ഇങ്ങനെയാണോ എന്ന് പറയുമ്പോൾ ഞാൻ ആ സീനിലുണ്ട്, അവിടെ ബാക്കിലുണ്ട്. ഞാൻ തന്നെ അറിയാതെ ഷൂട്ട് ലൊക്കേഷനിൽ നിന്ന് ചിരിച്ചു പോയി. വേറെ ഉണ്ടായിരുന്നു 2-3 ഹ്യൂമർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിന് അത്രയും ചേഞ്ച് ഓവർ വേണ്ടെന്ന് പറഞ്ഞ് മനു അത് കട്ട് ചെയ്ത് അതൊക്കെ കൈനിട്ടുന്നതാണ്. ഹി ഹാസ് ഇംപ്രവൈസ്ഡ് എ ലോട്ട്. ഐ മീൻ സുരാജും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യും. സ്പോട്ട് ഇംപ്രവൈസേഷൻ ചെയ്യുന്ന ആക്ടേഴ്സ് വളരെ കുറവാണ് മലയാളത്തിൽ. പക്ഷേ ഐ മീൻ വളരെ രസമായിട്ടുള്ള സ്പോട്ട് ഇംപ്രവൈസേഷൻസ് അതിൽ അങ്ങനെ 2 ആക്ടേഴ്സിന് ഈ സിനിമയിൽ കിട്ടി എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്നു. എവിടെ നിന്നാണ് ഇത്രമാത്രം ഒരു ക്രിയേറ്റിവിറ്റി ഉള്ളത്? അല്ലെങ്കിൽ എന്താണ് താങ്കളെ എനിക്ക് വേറൊരു പണിയും ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ ഈ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ തന്നെയാണ്, ഞാൻ വേറൊരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടില്ല. സോ ദോ ഐ ഹാവ് കം ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി ഓൺലി 12 years ബാക്ക്. ബട്ട് അതിന് മുമ്പും എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. സ്ക്രീനിൻ്റെ വലുപ്പം മാറിയെന്നേ ഉള്ളൂ. ഫ്രം സ്മോൾ സ്ക്രീൻ ടു
ബിഗ് സ്ക്രീൻ, ഒരു ചെറിയ ടെലിവിഷനിൽ നിന്നും ഇങ്ങോട്ട് വന്നു. ബട്ട് ദ ടെലിവിഷൻ ഹാസ് ഗിവൻ മി എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ്, നമ്മൾ ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരു ഹോം വ്യൂയിങ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ആഴ്ചയും നമുക്ക് TRP റേറ്റിംഗ് കിട്ടുമ്പോൾ ഓരോ ആഴ്ചയും ഇവാലുവേഷൻ നടക്കുകയാണ്. എന്താണ് ഇന്ന് റേറ്റിംഗ് കൂടാൻ കാരണം, എന്താണ് ഇന്ന് റേറ്റിംഗ് കുറയാൻ കാരണം. അപ്പം നമ്മൾ ആ ഡയറക്റ്റ്ലി ഈ റേറ്റിങ്ങിൽ ഒരുപാട് സയൻസ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ ഫാമിലി ഓഡിയൻസിൻ്റെ പൾസ് അസസ് ചെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ എത്രയോ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ റേറ്റിംഗ് കൂടിയത്, എന്താണ് ഈ എപ്പിസോഡിന് റേറ്റിംഗ് കൂടിയത്, അത് അല്ലെങ്കിൽ അതൊരു സിറ്റ്കോം ആണെങ്കിലും അതൊരു റിയാലിറ്റി ഷോ ആണെങ്കിലും അതൊരു ഫിക്ഷൻ ആണെങ്കിലും നമ്മൾ അതിന് ഓരോന്നിനും ഓക്കെ ഇന്ന ഒരു ആക്ടർ വന്ന് ഇന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് അതിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ഹ്യൂമർ അതിൽ വന്നിട്ടുണ്ട്, അത് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ചെയ്തു തുടങ്ങുന്നു. പിന്നെ ആഫ്റ്റർ സം ടൈം അത് ചിലപ്പോൾ ബോർഡായി തുടങ്ങും ഓഡിയൻസിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ, വേറൊരു ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ ബിഗ് സ്ക്രീനിലേക്കും കൊണ്ടുവരുന്നു. ഞാൻ ഈ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുമ്പോൾ ക്ലീൻ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ഇത് വേണം. ബിക്കോസ് ദാറ്റ്സ് വാട്ട് ഐ ലൈക്ക്. ഇപ്പം മങ്കി പെൻ ആണെങ്കിലും അതും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണം. കഴിവതും അതിൽ ആൽക്കഹോളോ സിഗരറ്റ്സോ അല്ലെങ്കിൽ ഒരു ബാഡ് വേർഡോ അല്ലെങ്കിൽ ഒരു അബ്യൂസോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആവാം. അപ്പോൾ ഈ നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഡ്രിങ്കിങ് സീനുണ്ട്. പക്ഷേ അതൊരു അരോചകമായിട്ടോ അതല്ലെങ്കിൽ ഒരു യങ്സ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലോ ഉള്ളൊരു സീനല്ല. അങ്ങനെ സിനിമകൾ നിർമ്മിക്കണം എന്ന് തുടങ്ങി. നമ്മൾ മങ്കിപ്പൻ തൊട്ടിട്ട് അടികപ്പ്യാരി കൂട്ടമണി തൊട്ട് ഇന്ന് പടക്കളം വരെ എത്തി നിൽക്കുമ്പോൾ 22 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഐ എൻജോയ് ദ പ്രോസസ്സ്. ഞാൻ ഒരു സിനിമയിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള ഐ ബാങ്ക് റോൾ ദ ഫിലിം, ഐ ഇൻവെസ്റ്റ് ദ മണി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഫൈനൽ കണ്ടൻറ്റ് കാണുന്ന ഒരാളല്ല. I enjoy the process. I enjoy the process of script selection. I enjoy the process of breaking it up and doing the costing. I do the casting. Then our shooting process, improvisations to editing to RR to all areas. അപ്പം അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂ കമേഴ്സിന് അറിയാം. I mean what I bring to the table. I not only invest money but ഞാൻ ചിലപ്പം ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാറുണ്ട് ഡയറക്ടേഴ്സുമായിട്ട്. ഓരോ ഏരിയയിലും ചിലപ്പോൾ അവർ ജയിക്കും, ചിലപ്പോൾ ഞാൻ ജയിക്കും. അതിൻ്റെ ഓരോ സീൻ, ഈ സീൻ വേണോ ഈ സീൻ വേണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തൂടെ അങ്ങനെ ചെയ്തൂടെ എന്ന് പറഞ്ഞ് ഓരോ ഏരിയയിലും ഞാൻ ഇൻ്റർഫിയർ ചെയ്യാറുണ്ട്. ആ ഇൻ്റർഫിയർ അതുകൊണ്ടായിരിക്കാം ഞാൻ കൂടുതലും ന്യൂ കമേഴ്സിനോട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അത് അങ്ങനെ സംഭവിക്കുന്നതും. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഒരു സീനിയർ ഡയറക്ടറാണെങ്കിൽ അത് നമ്മൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ദേ ആർ മോർ എക്സ്പീരിയൻസ് ദാൻ ദാറ്റ് പ്രോബബ്ലി. അപ്പം പിന്നെ ചോദിക്കാനും എനിക്ക് മടിയാണ്. അപ്പം ഞാൻ ഓക്കെ അപ്പം അങ്ങനെ പിന്നെ അതെനിക്ക് വർക്കാവുന്നുണ്ടോ എന്ന് മാത്രമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ന്യൂ കമറിൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു ഹോപ്പാണ്, ലൈക്ക് ദേ ഓൾസോ റെസ്പെക്റ്റ് യു, ദേ ട്രസ്റ്റ് യു, ദേ ട്രസ്റ്റ് യുവർ ജഡ്ജ്മെൻറ്റ്. സോ വെൻ ഐ ആസ്ക് ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്യും. ചിലപ്പോൾ അവർ ആലോചിച്ചിട്ട് പറയും, ചേട്ടാ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല, യു ആർ റൈറ്റ്. ഞാൻ പറയുന്ന എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നവരെയും എനിക്ക് ചിലപ്പോൾ വർക്കാവില്ല. കാരണം ദെൻ വൈ ഡിഡ് യു കം ഹിയർ. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അതിന് റീസണിങ് തരിക, അല്ലെങ്കിൽ അത് ആർഗ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ഐ അക്സെപ്റ്റ്. there will be some point of time we are damn sure there's a missing link in that, damn sure. ഇവിടെ ഇതെന്താ ഇങ്ങനെ വരുന്നത്, അവിടെ ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല. കാരണം വി ഹവ് സീൻ ഇറ്റ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സിനിമകളാണ് ഒട്ടുമിക്ക സിനിമകളെല്ലാം. അപ്പം ആദ്യം ചിലപ്പോൾ ടൈറ്റിൽ എക്സൈറ്റ് ചെയ്യും, ആ ടൈറ്റിലിൽ നിന്നും സ്റ്റോറിയുടെ ഹുക്കിലേക്ക് എക്സൈറ്റ് ചെയ്യും, അതിലേക്ക് ക്ലൈമാക്സിലേക്ക് എക്സൈറ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ളതാണ് പടക്കളം വരെയുള്ള എല്ലാ സിനിമകളും എന്ന് പറയാം, എക്സെപ്റ്റ് അങ്കമാലി ഡയറീസ്. അത് ലിജോ പെല്ലിശ്ശേരി, ചെമ്പൻ, അവർ അങ്കമാലിയിൽ ജനിച്ചവർ, അങ്കമാലിയിൽ വളർന്നവർ, അങ്കമാലിയെ പറ്റിയൊരു കഥ പറയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കയറി ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം അവിടുത്തെ ആ ലൈഫ് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു സീനിൽ പോലും ഇടപെടാത്ത ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്കമാലി ഡയറീസ് ആയിരിക്കും. പ്രൊഡ്യൂസറാണ്. അപ്പോൾ
ഈ ബഡ്ജറ്റിന് പുറത്തൊക്കെ ഈ ഷൂട്ട് പോകുമ്പോഴേ നമ്മൾ എസ്റ്റിമേറ്റ് ആയിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ബഡ്ജറ്റും കടന്നു പോകുമ്പോൾ നെഞ്ചിലൊരു നെഞ്ചിൽ കയറാറുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ പിടിക്കാൻ നോക്കും. നമ്മൾ മാക്സിമം നമ്മളൊരു സിനിമയുടെ തുടക്കത്തിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഇത് കൂടുന്നു, നമ്മളൊരു ഇത്ര ദിവസത്തിൽ ഇത്ര ഇത് സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ പടക്കളം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പടക്കളം ഏകദേശം ഒരു ഘട്ടത്തിൽ കയ്യിൽ നിന്ന് പോയപ്പോൾ നമ്മൾ വിസിറ്റ് ബാക്ക് അല്ലേ, ഗോ ബാക്ക് ടു ദ ഡ്രോയിങ് ടേബിൾ ആൻഡ് വി സേ ഓക്കെ ഇതിങ്ങനെ പോയിട്ടുണ്ട്, അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് ഉള്ളിലേക്ക് കൊണ്ടുവരിക, ഇത് ഓൾറെഡി ഓവർബോർഡാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറ്റ്സ് പ്രൊഫഷണലി അത് സിനിമേനെ എഫക്റ്റ് ചെയ്യാതെ ഇത് എങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കും, മാക്സിമം പിടിക്കാൻ നോക്കും. പിന്നെ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകും. മഴ, ഇപ്പോൾ ആട് എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വലിയ 3 സെറ്റുകളാണ് ഇട്ടത്. ആ വലിയ 3 സെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം അതിൻ്റെ ഹെവി സീൻസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ഹെവി ആയിട്ടുള്ള സീൻസ് ഉണ്ട്. സോ വാട്ട് മീ ആൻഡ് മിഥുൻ ഡിസൈഡഡ് ഇസ് നമ്മൾ ഏറ്റവും ഹെവിയസ്റ്റ് പോർഷൻസ് ആദ്യം തീർക്കാം. അപ്പോൾ അതെവിടെ ചെന്ന് എത്തുന്നു അതനുസരിച്ച് നമുക്ക് സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പിടിക്കാം. അങ്ങനെ ഒരു പ്ലാനിൽ ഓക്കെ ലെറ്റ്സ് ഗോ ഹെവി എന്ന് പറഞ്ഞിട്ട് 550 പേരാണ് സെറ്റിലുള്ളത്. അപ്പം ഞങ്ങളുടെ പ്ലാൻ പ്രകാരം മെയ് 5 തുടങ്ങാമെന്നുള്ളത്. അതായത് മഴയ്ക്ക് മുമ്പ് ഇൻഡോർ കയറാം കുറച്ച്. പക്ഷേ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ 15th ആയിപ്പോയി. ശരി, 15 ഡേയ്സിൽ ഈ 3 സെറ്റിൻ്റെ പരിപാടി തീർക്കാം, എന്നിട്ട് ഇൻഡോർ കയറിയിട്ട് മഴ കഴിയുമ്പോഴത്തേക്ക് പുറത്തിറങ്ങാം. പക്ഷേ കാലവർഷം നേരത്തെ വന്നു. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. കാലവർഷം 15 വർഷങ്ങൾ. ആടിന് അങ്ങനെ ഒരു ഐശ്വര്യമുണ്ട്, എപ്പോൾ തുടങ്ങിയാലും മഴയാണ്. ആട് 1 മഴയായിരുന്നു, ആട് 2 12 ദിവസം ഞങ്ങൾ വെറുതെ ഇരുന്നു. അതൊരു ഐശ്വര്യല്ലേ? ഐശ്വര്യ എന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു ഐശ്വര്യമായി പോയി. ഏകദേശം 1 കോടി രൂപ കയ്യിൽ നിന്ന് പോയൊരു ഐശ്വര്യം, അത്ര ഐശ്വര്യം വേണ്ട. അപ്പോൾ 3 സെറ്റ് ഇട്ടു, 2 കഴിഞ്ഞു. 2 രണ്ടാമത്തിൽ മഴ. ഇതെങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറയുന്നത് പ്രോബ്ലം മീൻസ് നമുക്ക് അര ദിവസം പോയാൽ അത്രയും പെർ ഡേ കോസ്റ്റ് അത്രയും പോവാണ്. അപ്പം 6 ദിവസം ഷൂട്ട് ചെയ്യേണ്ടത് 9 ദിവസത്തേക്ക് കഴിഞ്ഞു. അപ്പം 3 ദിവസത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൊച്ചിയിലൊരു 1 BHK ഫ്ലാറ്റ് അല്ലെങ്കിൽ 2 BHK വാങ്ങിക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ ഫ്ലാറ്റ് പോയി. അങ്ങനെ 3ാമത്തെ സെറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനായി. അത് ഇൻഡസ്ട്രിയൽ കവറിങ് ഇട്ട് കവറൊക്കെ ചെയ്തു. പക്ഷേ ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവിടെ സെറ്റും ഇല്ല കവറും ഇല്ല, എല്ലാം വലിച്ചു പോയി. അപ്പോൾ അതൊരു 10-75 ലക്ഷം രൂപയ്ക്ക് ഇട്ടിരിക്കുന്ന സെറ്റായിരുന്നു. ശരിക്കൊരു വേദന ഉണ്ടാവില്ല. എനിക്ക് അപ്പോൾ അതൊക്കെ പിടിക്കണം, ഇനി അതൊക്കെ പിടിച്ച് ഇടണം. പക്ഷേ അത് നമ്മളൊരു സിനിമയാണ് നിർമ്മിക്കുന്നത്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ പ്രോഡക്റ്റ് ഇസ് ഗുഡ്, ദിസ് കംസ് ബാക്ക്. ബട്ട് സിനിമ ഒരു ഹൈ റിസ്കി ബിസിനസ്സാണ്. സിനിമ ഒരു ഹൈ റിസ്കി ഏരിയ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സിനിമ. അതുകൊണ്ട് സിനിമയിൽ വന്നിട്ട് എൻ്റെ പൈസ പോയി എന്ന് പറയുന്നവരോട് എനിക്ക് ഇതില്ല. സിനിമയിൽ വന്നാൽ പൈസ പോകാൻ സാധ്യതയുണ്ട്. ഹൈ റിസ്ക് പരിപാടിയിലാണ് നിങ്ങൾ നിൽക്കുക. അത് അറിഞ്ഞുകൊണ്ട് മാത്രം വരിക. അല്ലാതെ സിനിമയിൽ വന്നിട്ട് പൈസ പോയി എന്ന് അതറിയണം, അതറിഞ്ഞ് തന്നെ വരണം. അറിയാത്ത ഒരാൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് അത് പഠിച്ചിട്ട് വരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് ടു ലേൺ അതർവൈസ്, അല്ലെങ്കിൽ അൺലെസ് യു ഡോണ്ട് ഹാവ് എക്സ്പീരിയൻസ്, അതർവൈസ് യു ലേൺ ദ ഹാർഡ് വേ. യു മൈറ്റ് ലൂസ് മണി. എന്നാൽ ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെങ്കിൽ വരിക. അല്ലെങ്കിൽ ഓക്കെ ഇത് എനിക്ക് എക്സ്പീരിയൻസും ഇല്ല, പക്ഷേ ഇത് പോയാൽ പിന്നെ ഞാൻ കടത്തിലാവും എന്നുള്ളവർ വളരെ സൂക്ഷിച്ച് മാത്രം സിനിമയിൽ വരണമെന്ന് പറയുന്ന ഒരാളാണ്. വിജയ് ബാബുയുടെ ഉപദേശം അല്ല, എൻ്റെ ഉപദേശം എന്നല്ല, അങ്ങനെ ആവണം. അത് ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഹൈ റിസ്കി ഇതാണ്. നമ്മൾ 120, അതായത് ഒരു ഇൻഡസ്ട്രിയേ ഉള്ളൂ. 1 വർഷത്തോളം എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യുക ആൻഡ് 1 ദിവസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് അറിയാം. വേറൊരു ഇൻഡസ്ട്രി ഉള്ളൂ അങ്ങനെ, ക്രാക്കേഴ്സ്. 1 വർഷം ഉണ്ടാക്കുന്നു, 1 ദിവസം പൊട്ടിച്ചു തീർക്കുന്നു. അപ്പം അതേപോലെ അതുപോലെ അല്ലേ 1 വർഷം ഇത് ആലോചിക്കാം. അതേത് ഇൻഡസ്ട്രി? പടക്കം 1 വർഷം ഇവർ ഉണ്ടാക്കും, എന്നിട്ട് 1 സീസണിലാണ് അത് പൊട്ടിച്ചെടുക്കണത് അല്ലേ, അല്ലെങ്കിൽ 2 സീസൺ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ വളരെ 100-120 ദിവസം കഷ്ടപ്പെട്ടു. അതൊക്കെ ശരി തന്നെയാണ്. അപ്പം നമുക്കൊരു ബാഡ് റിവ്യൂ വരിക, അല്ലെങ്കിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, എൻ്റെ സിനിമേനെ കൊന്നു, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു പുട്ട് യുവർ 100%. ശരിക്കും ഇപ്പോൾ പ്രൊഡ്യൂസറിൻ്റെ വേദന അറിയുന്ന ഒരാളാണ്, ആക്ടർ കൂടിയാണ്. പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതണമെന്ന് വരെ ആഗ്രഹിക്കുന്ന അതിനെക്കുറിച്ച്. ബിക്കോസ് അത് വളരെ ഈസിയാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനൊന്നും അല്ല. നമുക്ക് ഒരു
പ്രോപ്പറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആക്ടേഴ്സിനെ കൊണ്ടുവരാം. ബിക്കോസ് എല്ലാവരും ബിസിയാണ്. അപ്പോൾ അവർക്ക് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു സിനിമ സെലക്ട് ചെയ്യുന്നത് ആ സ്ക്രിപ്റ്റ് നല്ലതായതുകൊണ്ട് മാത്രമല്ല, അവർക്ക് അത് ചെയ്യാൻ എൻ്റെ കംഫർട്ട് സോൺ വേണം. അവർ അതുപോലൊരു ജോണർ വേറെ ചെയ്യുന്ന അത് നമുക്ക് ചിലപ്പോൾ അറിയില്ലല്ലോ. അവർ ചിലപ്പം അവർക്കൊരു ഇതുണ്ടാവും, പ്ലാൻ ഉണ്ടാവും, ഞാൻ ഇനി ഇങ്ങനത്തെ ജോണറായിരിക്കും ചെയ്യേണ്ടത്. അത് അവരുടെ പ്ലാനാണ് അല്ലേ. അപ്പം നമ്മുടെ ഒരു സിനിമ നന്നായി, നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായി, അതെന്താ അയാൾ ചെയ്യാത്ത? ഹീ ഈസ് ഓൾസോ ഹ്യൂമൻ അല്ലേ. ഹീ ഹാസ് ആൻ അതർ പ്ലാൻ. അതെന്താ ഇയാൾ എൻ്റെ സിനിമ ചെയ്യാത്തതെന്ന് ചോദിക്കാൻ പറ്റത്തില്ല, വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ സിനിമ പടക്കളം തന്നെ ഞാൻ വേറെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുള്ളതാണ്. അവർക്ക് അവരുടേതായ റീസണിങ് ഉണ്ടാവാം, മനസ്സിലായി. ആ റീസണിങ് എനിക്കറിയാം. പക്ഷേ അത് ജെനുവിൻ ആണ് അല്ല എന്ന് വിശ്വസിച്ച് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? അല്ല. നമ്മളപ്പോൾ അതിന് വാശി പിടിക്കണ്ട. അപ്പം ആക്ടേഴ്സിനെ കിട്ടുക, ഇതെല്ലാം, അതായത് ഒരു ആക്ടറിൻ്റെ ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ ആ സിനിമയിൽ തന്നെ അഭിനയിക്കേണ്ട നമ്മൾ വിചാരിക്കുന്ന മറ്റേ ആക്ടറിന് ആ ഡേറ്റ് കോമ്പിനേഷൻ കിട്ടണമെന്നില്ല, ഇല്ലേ? അപ്പോൾ അതിനെ ഒന്ന് ആക്കിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആക്ടേഴ്സ് ഡേറ്റ് കിട്ടി, ആക്ടർ ഡേറ്റ്സ് കിട്ടി, പിന്നെ ഇതിൻ്റെ പ്രോപ്പറായിട്ടൊരു ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്ററാണ് അല്ലേ. പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ പലയിടത്ത് നിൽക്കുന്ന പല ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇത് ചെയ്യാം. പണ്ടെല്ലാരും വിചാരിച്ച പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ വെറുതെ പൈസ മുടക്കുന്ന അല്ല. യു ആർ ദ വൺ പോയിന്റ് കോൺടാക്ട്. അതെ, യു ആർ ദ വൺ പോയിന്റ് കോൺടാക്ട്. ഡയറക്ടർ വിൽ ഹാവ് ഡയറക്ടേഴ്സ് ടീം, then music director will have his team, camera department will have his team, the production department will have his team, and ഇതിനെ എല്ലാവരുടെയും വൺ പോയിന്റ് കോൺടാക്ട് എന്ന് പറയുന്ന എല്ലാവരുടെ കയ്യിലുള്ള ഒരു നമ്പർ ഇതാണ്. അപ്പോൾ ഒരു വണ്ടി വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്താലും ആക്ടേഴ്സ് വിളിച്ചിട്ട് ചോദിക്കുന്നത്, ചേട്ടാ ഇനി എന്താ ചെയ്യുക? അപ്പം ഞാൻ പറയും, മഴ പെയ്താൽ ആന എന്താ ചെയ്യുക? നനയും, നമുക്ക് നനയാൻ കുറച്ച്. ഡയറക്ടർ വിളിച്ച് ചോദിക്കും, എന്താ ചേട്ടാ ഇനി ചെയ്യേണ്ടത്? എനിക്കറിയില്ല. പക്ഷേ നമ്മൾ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. ഇപ്പോഴും ഇത് വിളിച്ചിട്ട്, ചേട്ടാ എന്തായി? ഞാൻ പറഞ്ഞാൽ അങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോകാം, തമിഴ്നാട്ടിൽ മഴയില്ല. വി ഷുഡ് നോട്ട് ഫോൾ. ഓക്കെ, നമ്മളെപ്പോഴും നമ്മൾ ആ ബോൾഡ് ഇമേജ് മനസ്സിൽ ചിലപ്പോൾ തകർന്നിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ തകർന്നാൽ നമ്മുടെ ടീം അപ്പോഴും തമാശ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആടിറ്റൂലൊക്കെ നല്ല മഴ പെയ്ത് ഡേറ്റ് കുളവായി, എല്ലാം കുളവായി. അപ്പോൾ പെട്ടെന്നൊന്ന് മഴ നിൽക്കുമ്പോൾ മിതും പറയും, കമ്പനി ആർട്ടിസ്റ്റിനെ വിളിക്കുക, ആ സീൻ ഷൂട്ട് ചെയ്യാം. അതായത് ബിക്കോസ് ഞാനവിടെ എപ്പോഴും സെറ്റിലുണ്ടല്ലോ, മറ്റുള്ളവരാരില്ല. അപ്പോൾ കമ്പനി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ചുമ്മാ റോഡിലൊക്കെ പോയി പല സീനും, ഞാൻ ഏറ്റവും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതും പറയണത്, മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമുക്ക് റോഡിലുണ്ടെങ്കിൽ പോയിട്ട് ആ ഇരുമ്പബ്ദലെ വിളിക്കുന്ന സീൻ എടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നും ചിന്തിക്കട്ടെ മനുഷ്യ എന്ന് പറഞ്ഞിട്ട് ബാലട്ടാ, ബാക്കി നമുക്ക് ആരൊക്കെ. അപ്പോഴാണ് ആ മറ്റേ കോള് അവിടെ, ബിക്കോസ് അതിൽ വേറെ ആരുടെ ആവശ്യമില്ല, എൻ്റെ നോബിയുടെ മാത്രമേ. അപ്പം പുള്ളി ഒരു ട്രൂ കോളർ നോക്കിയിട്ട് ഇരുമ്പ് അബ്ദുള്ള കോളിങ്. അപ്പം പറയും, അപ്പോൾ അവിടെ നിന്ന് മാമക്കോച്ചിട്ട് പറയും, ആ ഡയലോഗ് പറയും, ഇതൊരു അനോണിമസ് കോളാണ്, അപ്പം നമ്മൾ വേണ്ട, ഇയാളെ പേര് പറയണ്ട, കാര്യം പറഞ്ഞാൽ മതി എന്ന്. ആ സീനൊക്കെ അങ്ങനെ അത്രയും ടെൻഷനിൽ ഇപ്പം ഷൂട്ട് ചെയ്തിട്ടുള്ള സീനുകളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ആർട്ടിസ്റ്റുകളെയും ഈ കോർഡിനേഷനും എല്ലാം എടുത്ത് നമ്മൾ സെറ്റിലേക്ക് വരുന്നു അല്ലേ. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം അല്ലേ. മഴ പെയ്യാം, ഒരാൾക്ക് അസുഖം വരാം, ഡയറക്ടർക്ക് പനി വരാം അല്ലേ, ഒരു ആക്ടർക്ക് ഇത് വരാം, പല പല പ്രശ്നങ്ങൾ അവിടെ വരാം, ലൊക്കേഷൻ പ്രശ്നങ്ങൾ വരാം, ചിലപ്പം നാട്ടുകാരുടെ പ്രശ്നങ്ങൾ വരാം. അവിടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളിത് സോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം ഉണ്ടാവില്ല, പെർമിഷൻ ഇഷ്യൂസ് വരാം. ആ സെറ്റിൽ എന്തെങ്കിലും നമ്മൾ യൂണിറ്റ് 120 പേര് പോകുന്നതാണ്, അവിടെ എന്തെങ്കിലും നശിപ്പിച്ച അത് പ്രശ്നമാണ്. അങ്ങനെയുള്ള ഓരോ ദിവസവും ഈ പ്രശ്നങ്ങൾ, ലോഡിങ് അൺലോഡിങ് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇപ്പോഴും ഉണ്ട്, കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട്. ഇത് സോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മഴയോ വല്ല ആക്സിഡൻസോ, പ്രോബ്ലം സോൾവിങ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്നു അല്ലേ. ഈ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനൊരു റിലീസ് ഡേറ്റ് വേണം. ഈ റിലീസ് നമ്മൾ കേരളം എന്ന് പറയുന്നത് 200ഓളം സിനിമകൾ ഇറങ്ങുന്ന ഒരു കൊച്ചു സ്റ്റേറ്റ്. അത് ഇത്രയും സിനിമകൾ ഇവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ആളുകൾക്കൊരു അത്ഭുതമാണ്. പക്ഷേ ആകെ ഇത്രയും ആൾക്കാരേ ഉള്ളൂ ഇവിടെ, ഇത്രയും തിയേറ്ററേ ഉള്ളൂ. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലും ഇറങ്ങുന്ന അതേ നമ്പർ ഓഫ് സിനിമകളാണ് ഇവിടെ ഇറങ്ങുന്നത്. 4 സിനിമകൾ 5 സിനിമകൾ. അപ്പം
ആ ഇതിനെല്ലാം ഫൈറ്റ് ചെയ്ത് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങുണ്ട്. അതിൻ്റെ ഇടയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേറെ ക്ലട്ടർ ഉള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും ക്ലട്ടറുള്ള ഒരു റീജിയൻ വേറെ കൺട്രിയിൽ എവിടെ ഇല്ല. അത് ഇത്രയും ആൾക്കാരത് ഫോളോ ചെയ്യുന്നു. ആ ഫോളോ ചെയ്യുമ്പോൾ അവർ ഒരുപാട് കണ്ടൻറ്റ്, എല്ലാ കണ്ടൻറ്റും കാണുന്നു. അപ്പം നമുക്ക് ഒരു സിനിമ അതിലൂടെ മാർക്കറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. അതായത് 40ഓളം കണ്ടൻറ്റ് നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴാണ് ഒരു സാധാരണ സിനിമ വരുന്നു എന്ന് ജനങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ അത് ചെയ്യേണ്ട. അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ അതിനെ ഫോളോ ചെയ്ത് അവർ തന്നെ അത് മാർക്കറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് വെൻ യു ഹാവ് എ സ്റ്റാർ. വെൻ യു ഡോണ്ട് ഹാവ് എ ബിഗ് സ്റ്റാർ ഇൻ യുവർ ഫിലിം, ദെൻ ഇറ്റ് ഈസ് എ വെരി ടീഡിയസ് പ്രോസസ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നമ്മളുടെ സിനിമേൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫ്രോഗ് ഇൻ ദ വെൽ എന്ന് പറയുന്ന ഒരു മൂഡിലേക്ക് എത്തും. ലൈക്ക് വി ബിലീവ് ദറ്റ് എവ്രിബഡി നോസ് അബൌട്ട് അവർ ഫിലിം. നമ്മൾ വി ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്പ്, എവ്രിതിങ് അബൌട്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു, കഴിക്കുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും എല്ലാവർക്കും നമ്മുടെ സിനിമയെക്കുറിച്ച് അറിയാം. ഇനിയിപ്പം അങ്ങോട്ട് ഇറക്കിയാൽ മതി, അവിടെ ജനങ്ങൾ ഇടിച്ചങ്ങോട്ട് കയറും. ഒരു കാര്യമില്ലാണ്ട് നമ്മൾ ഒന്ന് സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് അമ്പലത്തിലോ വല്ലതും ഒന്ന് പോകുമ്പോൾ അവിടെ പരിചയക്കാരെ കാണുമ്പോൾ ഇപ്പോൾ പടമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. നമ്മളിങ്ങനെ ഒന്ന് ഷോക്കാവും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, നാളെ പടം ഇറങ്ങാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. എല്ലാവരും ഒന്ന് അറിഞ്ഞു, ഇപ്പോൾ പടമൊന്നും ഇല്ലേ, എന്താ പുതിയ പരിപാടികൾ. അപ്പം ഞാൻ പറയാം ഇങ്ങനെ പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ, അതിലാരാ അതിലും വലിയ കോമഡി ഉണ്ട്. സിനിമ നാളെ ഇറങ്ങുകയാണ്, നമ്മളിങ്ങനെ ക്യൂബിൽ കയറുക, അങ്ങനെ ഭയങ്കര തിരക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കും. എന്നിട്ട് പറയാം സർ ഒരു സ്ക്രിപ്റ്റ് പറയാനുണ്ട് എന്ന് പറയാം. ഞാൻ പറഞ്ഞു മോനെ നീ ഇൻഡസ്ട്രിയിലുള്ള ആളാണോ? അതെ. നിനക്ക് എന്താ നാളെ എന്നുള്ളത് അറിയാം. എന്താ ചേട്ടാ നാളെ? അല്ല നാളെ നമ്മുടെ പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളത്. ഏത് പടം? അതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് പടക്കളത്തിന് വലിയ രീതിയിലൊരു അല്ല, ഞാൻ പടക്കളം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ വിജയ് ബാബുയുടെ എല്ലാ ഫിലിംസിനും ഒരു വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അത് വേർഡ് ഓഫ് മൗത്ത് സിനിമ ഇറങ്ങിയതിന് ശേഷം അത് ആ വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന നല്ലതാണോ ചീത്തയാണോ എന്ന് അടുത്ത ദിവസമല്ലേ അറിയുള്ളൂ. വേർഡ് ഓഫ് മൗത്ത് നല്ലതാ. വേർഡ് ചിലപ്പോൾ അതൊരു സ്ട്രാറ്റജി അല്ലേ വേർഡ് ഓഫ് മൗത്ത്. വേർഡ് ഓഫ് മൗത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ ആദ്യം കുറച്ച് പേരൊരു സിനിമ ഉണ്ട്, അവരെല്ലാവരുടെ അടുത്തും പറയും ആ സിനിമ കൊള്ളാമെന്ന്. പക്ഷെ അതിനേക്കാളും മുന്നേ തന്നെ വിജയ് ബാബു ആ ഒരു വേർഡ് ഓഫ് മൗത്ത് സ്ട്രാറ്റജി കൊണ്ടുവരാറ്. അത് നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ ഇപ്പം നമ്മൾക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാവും ഈ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പടക്കളത്തിൻ്റെ ട്രെയിലറായിരുന്നു എൻ്റെ മാസ്റ്റർ കണ്ടൻറ്റ്. അപ്പം ഞാൻ അതിലേക്ക് ബിൽഡ് ചെയ്തു. ഇപ്പം മാർക്കറ്റിംഗ് എൻ്റെ ഒരു ഫോട്ടോയാണ്. ഐ ലവ് ഡൂയിങ് ഇറ്റ്. അപ്പം അത് ഭയങ്കര ടഫ് പ്രോസസ്സാണ്. ഇപ്പം ഞാൻ അതാ നേരത്തെ ക്ലട്ടറിൽ വെച്ച് പറഞ്ഞത്. അപ്പം ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ചിന്തിക്കും. നമ്മൾ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു എലമെൻറ്റ്, ഒരു ഹുക്ക് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരും. പക്ഷേ ഇപ്പോൾ അത് അത്ര ഈസി അല്ല. നമുക്ക് സുരാജ് അവൈലബിൾ ആയിരുന്നില്ല, ബിക്കോസ് ഹി വാസ് തമിഴ് സിനിമ ചെയ്യായിരുന്നു. അപ്പം ഷറഫു ആ സമയത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൈലബിൾ ആണ്. അപ്പം പിള്ളേർ മാത്രമേ ഉള്ളൂ. ആൻഡ് ദേ വർ റിലേറ്റീവ്ലി ന്യൂ കമേഴ്സ്. അപ്പോൾ അവരെ വെച്ചിട്ട് ലൈറ്റായിട്ടുള്ള ചില ഹ്യൂമർ വിട്ട് ബിൽഡ് ചെയ്തു. ട്രെയിലർ വരുമ്പോൾ ഇത് ജനങ്ങളെ നോട്ടീസ് ചെയ്യും എന്നറിയാം. പക്ഷേ എൻ്റെ ഒറ്റ മാസ്റ്റർ കണ്ടൻറ്റേ ഉള്ളൂ. ഇതിനകത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പാട്ട് മാത്രമേ എനിക്ക് വെളിവിടാൻ പറ്റുള്ളൂ. എല്ലാം ഇഫ് യു വാച്ച് ദ ഫിലിം എല്ലാം BGM പോലെ പോകുന്ന പരിപാടികളാണ്. അതിന് ഓരോ പാട്ടിലും അത് സ്റ്റോറി റിവീൽ ആവുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചുള്ള ഒരു പാട്ടേ ഉള്ളൂ. അതും ഒരു സ്റ്റോറി റിവീൽ ആവുന്ന സാധനമാണ് ആ സന്ദീപിൻ്റെ ഒരു കൺട്രോൾ ചെയ്യുന്നൊരു സോങ്. അപ്പോൾ അതും ആദ്യമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒറ്റ കണ്ടൻറ്റേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ടൻറ്റ് വരുമ്പോൾ അപ്പോൾ അത് എത്ര ദിവസം മുമ്പ് ഇറക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പ് വരാനും പാടില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മറന്നു പോകും. അപ്പം ആ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഇത് 10 പേര് അറിയും എന്നുള്ളത് അറിയാമെന്ന്. അപ്പോൾ ട്രെയിലറിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ട്രെയിലർ ഇറക്കി. ആസ് പെർ പ്ലാൻ ട്രെയിലറിന് നല്ല റിയാക്ഷൻസ് കിട്ടി. ഒരു സാധാരണ റീച്ചിനെ കാട്ടിലൊക്കെ മേളിൽ പോയി. അപ്പോൾ ട്രെയിലറിൻ്റെ ഇത് വെച്ചിട്ട് തിയേറ്റർ റെസ്പോൺസ് വന്നു തുടങ്ങി. തിയേറ്റർ റെസ്പോൺസ് ലൈക്ക് ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തിയേറ്റർ തരാം എന്നുള്ളൊരു മൂഡ്. അപ്പം നമ്മളിങ്ങനെ ഫ്രീ ടൈം നോക്കി ഇരിക്കുമ്പോഴാണ് തുടരും കയറി അടിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ 8th ഇറക്കാൻ പറ്റി. അവിടെ നിന്ന് ബിൽഡായി വന്നു. അപ്പോൾ ഈ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ തിയേറ്റർ കിട്ടുന്ന പരിപാടി, ഈ തിയേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ഡൗൺ ആയാൽ വേറൊന്നും കൊണ്ടല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചില സമയത്ത് ഒരു പടവും അടിക്കാതെ ഇങ്ങനെ ഇരിക്കും, ചില സമയത്ത് എല്ലാം വർക്കായിരിക്കും. അപ്പോൾ ആ സമയത്ത്
ഒന്ന് ഡൗൺ ആയാൽ അവരുടെ അടുത്ത് മാറ്റും. ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വേർഡ് ഓഫ് മൗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വേർഡ് ഓഫ് മൗത്ത് വരുന്നത് 3-ാം ദിവസമോ 4-ാം ദിവസമായിരിക്കും. ഈ 3-4 ദിവസത്തിനുള്ളിൽ പടം ഹോൾഡ് ഓവർ ആവും. ഹോൾഡ് ഓവർ ആയിക്കഴിഞ്ഞാൽ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹിറ്റായാലും പ്രൊഡ്യൂസറിന് കിട്ടുന്നത് ലോവർ ഷെയറാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഡേ അഭിപ്രായം വന്നു, സെക്കൻഡ് ഡേ എങ്കിലും തിയേറ്ററിൽ ആ ഹോൾഡ് ഓവർ പാറ്റേൺ ആവുന്നതിന് മുമ്പ് നമുക്ക് ആൾ കയറണം. ദാറ്റ്സ് എ വെരി അവിടെയാണ് നമുക്ക് ചിലപ്പം ഈ റിവ്യൂവേഴ്സിൻ്റെ ഇതിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. അപ്പം നമ്മൾ അതിനെ ടാക്കിൾ ചെയ്യണം. അപ്പം ഇതിനെ പാരലിയാണ് ഇത് നടക്കുമ്പോൾ. ഇപ്പം നമ്മളൊന്ന് ആളുകൾ നമ്മളുടെ ചിലപ്പോൾ ഒരു പ്രൈമറി ഓഡിയൻസ് ആയിരിക്കില്ല കയറുന്നത്. ഇപ്പം പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സൂര്യയ്ക്ക് ചില ഇഷ്ടമുള്ള ഒരു ജോണർ ഉണ്ടാവും. സൂര്യയുടെ ഏജ് വെച്ചിട്ട്, അല്ലെങ്കിൽ സൂര്യക്ക് ചിലപ്പോൾ ഹൊറർ ഫിലിംസ് ഇഷ്ടമല്ലായിരിക്കും, അല്ലെങ്കിൽ ആക്ഷൻ സിനിമ അല്ല ഞാൻ പറയാണ്. ചിലർക്ക് അങ്ങനെയുണ്ട്. അപ്പം ഞാൻ സെയിൽസിലായിരുന്നുകൊണ്ട് നമുക്ക് മോഹം കണ്ടാൽ അറിയാം ഹൊറർ ഇഷ്ടമാണ്. അപ്പം ചിലപ്പോൾ ആക്ഷൻ ഫിലിംസ് കണക്ട് ആവില്ല, ചിലപ്പോൾ ലൈറ്റ് ഹാർട്ടഡ് ഫാമിലി അല്ലെങ്കിൽ ഹോം പോലത്തെ സിനിമ ആയിരിക്കാം. പക്ഷേ നമ്മൾ ചിലപ്പം ഇപ്പം ഞാൻ പടക്കളം അതിൻ്റെ ജോണർ ഏതാണെന്ന് സൂര്യക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പോൾ കൺവേ ആയില്ല എന്ന് വരും. കറക്റ്റായിട്ട് കൺവേ ആവാതെ സൂര്യ വിചാരിച്ച ജോണറാന്ന് പറഞ്ഞ് സൂര്യ കയറി. അപ്പോൾ സൂര്യ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അത് സൂര്യയുടെ കുഴപ്പമല്ല. എന്നാൽ ആ ജോണർ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും അതേ ജോണർ ഇഷ്ടപ്പെടുന്നത്. അതാണ് പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു സിനിമ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രൈമറി ഓഡിയൻസിലേക്കാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ്. ഹോം ആ രീതിയിലായിരുന്നില്ലേ മാർക്കറ്റ് ചെയ്തത്? ഹോം ഞാൻ മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല, അത് OTT റിലീസായിരുന്നു. അതുകൊണ്ട് അത് അല്ല, കുറച്ചൊരു ഫാമിലി അങ്ങനെയാണ്. ആ സമയത്ത് ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന മൂഡ് എന്താണോ ആ മൂഡ് ആ സിനിമയിലുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ വർക്കാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, അല്ലെങ്കിൽ കോവിഡ് സമയത്ത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൻ്റെ അഡിക്ഷൻ കൂടി നിന്ന സമയത്താണ് ആ സിനിമ വരുന്നത്. അപ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ ദ മൂഡ് അതിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നാത്താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമയെ അന്ന് ആ സമയത്ത് നമ്മുടെ റോഡുകളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിന്നപ്പം ഇറങ്ങിയ പടം ആ മൂഡ് അതിനെ സപ്പോർട്ട് ചെയ്യും. 2018 നമ്മളെല്ലാവരും കണ്ട ഒരു ഡിസാസ്റ്റർ ആണ് ആ സിനിമയിൽ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്. അത് കേരളം മൊത്തം ഒരേപോലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓരോ നാട്ടിലും പല നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഒരു നാട്ടിൽ കാണിച്ചു. അപ്പം അതിനെ ഇത് ചെയ്യും. അപ്പം അങ്ങനെ ആ മൂഡ് ഹോമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഈ വേർഡ് ഓഫ് മൗത്ത് നമ്മുടെ പ്രൈമറി ഓഡിയൻസ്. അപ്പം എല്ലാ റിവ്യൂവേഴ്സ് ഓൾസോ ഹ്യൂമൻസ് അല്ലേ? റിവ്യൂവേഴ്സ് ഹ്യൂമൻസ് ആണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോണേഴ്സ് ഉണ്ടാവാം, അവർക്ക് ഇഷ്ടപ്പെടാത്ത ജോണേഴ്സ് ഉണ്ടാവാം. അങ്ങനെ ശരിക്കും റിവ്യൂസ് അവരുടെ ഒരു സെൽഫായിട്ടുള്ള ഒരു അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ ആ സിനിമ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയുന്ന റിവ്യൂവേഴ്സ് ഉണ്ട്, അവരോട് എനിക്ക് റെസ്പെക്റ്റ് ആണ്. കാരണം നല്ല റിവ്യൂവേഴ്സ് ഉണ്ട്. അത് ഒരു നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ എന്താ ഈ പറയണമെന്ന് ഞാനിപ്പോൾ കണ്ടപ്പം നല്ല റിവ്യൂ പറഞ്ഞ് ഇഷ്ടം പോലെ പൈസ കിട്ടും എന്ന് വിചാരിച്ച് റിവ്യൂവിലേക്ക് വരുന്ന സിനിമയെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്ത റിവ്യൂവേഴ്സും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ഒരാൾ പടക്കലത്തിൻ്റെ റിവ്യൂ വെച്ചിട്ട് അങ്ങനെ ഒരു പടം ആ ആക്ടറിൻ്റെ പേരെന്താ അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പക്ഷെ ജെന്യുവനായിട്ട് ശരിക്കും വേദന വരുന്നത്. അല്ല വേദനയൊന്നുമില്ല, ഒരു ചെറിയൊരു എന്തോ ഒരു റിജക്ഷൻ എന്നൊക്കെ പറയത്തില്ല. പക്ഷെ നല്ല റിവ്യൂസ് ഉണ്ട്. അപ്പം അവരിൽ തന്നെ ചിലവർക്ക് സിനിമേനെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാം, ചിലവർക്ക് അവർ റിവ്യൂ പറയാൻ വേണ്ടി. പക്ഷേ അത് അവരുടെ ജോണർ ആയിരിക്കില്ല, അത് അവർക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത ജോണർ ആയിരിക്കും. അതിനെക്കുറിച്ച് അവർ അഭിപ്രായം തൽക്കാലം മാറ്റിവെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഗിവ് ഇറ്റ് another 3 days ആൻഡ് ദെൻ യു സേ ഇഫ് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ഇപ്പം ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് അത് വർക്കായില്ല, പക്ഷേ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ചിലവർക്കത് വർക്കായേക്കാം. എല്ലാ സിനിമകളും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് മാസ് മെഗാ ഹിറ്റ് എന്നൊക്കെ പറയുമ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമയൊക്കെ അങ്ങനത്തെ ആ ജോണറിൽപ്പെടുന്ന എല്ലാ സിനിമകളും അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് ഈ റിവ്യൂ പറയുന്നതിനെക്കുറിച്ച് ആർഗ്യുമെൻറ്റ്സും ഈ പ്രശ്നങ്ങളും
ഒക്കെ വരുന്നത് എന്നാണ് എനിക്ക്. അപ്പോൾ ഈ റിവ്യൂവേഴ്സിനെയും താണ്ടി അത് കഴിഞ്ഞിട്ടാണ് സെയിൽസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വരുന്നത് പ്രൊഡ്യൂസറെ സംബന്ധിച്ച്. എന്താണ് ഇത് വിൽക്കണം, തിയേറ്റർ റവന്യൂ കൊണ്ട് മാത്രം ചിലപ്പോൾ നമുക്ക് അത് ബ്രേക്ക് ഈവൻ ആക്കി പ്രോഫിറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം ചില സമയത്ത് സാറ്റലൈറ്റ് ബൂം വരുന്ന 2008-9 to 2015 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് ബൂം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സാറ്റലൈറ്റിൻ്റെ റേറ്റുകൾ കൂടുന്നു. അന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ബൂമാവുന്നു. അതിനനുസരിച്ച് എല്ലാ വിഭാഗത്തിലും സാലറീസും ഇതും കൂടുന്നു. എനിക്ക് ഇത്ര റൈറ്റ് ഉണ്ട് എന്ന്. പക്ഷേ ഈ ബൂം താഴോട്ട് വരുമ്പോഴും ഇത് താഴോട്ട് വരുന്നില്ല, ഇതങ്ങനെ തന്നെ നിൽക്കും. അവിടെയാണ് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് 2017 മുതൽ ഒരു OTTയുടെ ബൂം വന്ന് അത് ഇപ്പം സാച്ചുറേഷനായി. അതിപ്പം ലിറ്ററലി വളരെ, അതായത് 200 സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ വർക്കായ ഒരു 30-40 സിനിമകൾക്ക് മാത്രം ആയി OTT. ബാക്കിയുള്ളതിനൊന്നും ആയിട്ടില്ല. വേറാസ് ദ കോസ്റ്റ് സ്റ്റേസ് ദ സെയിം. ഇവിടെയാണ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, അതായത് ഈ തിയേറ്ററിൽ അധികം ഇപ്പൊ പറഞ്ഞിരുന്നു. അതിന് താങ്കൾ തന്നെ മാസമായിട്ടൊരു മറുപടി ഒക്കെ കൊടുത്തിരുന്നു, എന്റെ പടം ഹിറ്റാണ്. മാസമല്ല, ഞാനത് ഞാൻ അസോസിയേഷനിലെ അസോസിയേറ്റ് മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. അസോസിയേറ്റ് മെമ്പറിൻ്റെ കാരണം ഞാൻ അമ്മയിലും മെമ്പർ ആയതുകൊണ്ട്, ഞാൻ പല അസോസിയേഷനിലും മെമ്പർ ആയതുകൊണ്ട് അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് അസോസിയേറ്റ് മെമ്പർ. ഞാൻ 22 പടം ചെയ്തെങ്കിലും ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട സമയത്ത് പറയാം, എന്നോട് ചോദിച്ചാൽ പറയാം. ഞാൻ അസോസിയേഷന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണക്ക് തെറ്റാണ്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചില സിനിമകളുടെ ഒക്കെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 1 വർഷത്തിന് ശേഷമായിരിക്കും. ഇപ്പം വാലാട്ടി എന്ന് പറയുന്ന സിനിമ 2 വർഷം മുമ്പ് ഇറങ്ങി, ഇപ്പോഴും അതിൻ്റെ ബുക്സ് ക്ലോസ്ഡ് അല്ല. കാരണം വാലാട്ടി ഞാനിപ്പോൾ റഷ്യയിൽ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഡബ്ബിങ് നടക്കുന്നു, സ്പാനിഷ് കൊടുത്തിട്ടുണ്ട്, ചൈന സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഭാഷയിലും ഞാൻ അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അപ്പം അത് ലാഭമാണോ നഷ്ടമാണോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മാസക്കണക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ക്വാർട്ടർലി പറയാം, അല്ലെങ്കിൽ ഇയർലി പറയാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പറയാം. ഹാഫ് ഇയർലി പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജൂലൈ വരെയുള്ള കണക്ക് വേണമെങ്കിൽ ഓഗസ്റ്റിൽ പറയാം. കാരണം അത് ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെ നിന്നും എടുക്കണം, നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. കാരണം ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞ മാസത്തെ കണക്ക് ഈ മാസം എങ്ങനെ പറയാൻ പറ്റും? ഈ ബോക്സ് ഓഫീസ് ഇത്ര രൂപ കോസ്റ്റായി, ഇത്ര രൂപയെ കളക്ട് ചെയ്തുള്ളൂ. ഫെയർ ഇനഫ്. അയാൾ ചിലപ്പോൾ അത് പേപ്പർ വ്യൂവിൽ ഇട്ടേക്കാം, അത് OTT കൊടുത്തേക്കാം, അതിൻ്റെ റീമേക്ക് റൈറ്റ്സ് കൊടുത്തേക്കാം, അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുത്തേക്കാം. ഇതൊക്കെ നടക്കുന്നത് പിന്നെയല്ലേ. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കാൻ, എത്ര നഷ്ടമുണ്ട് എത്ര ലാഭമുണ്ട് എന്നുള്ളത് അതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അന്ന് ഈ രീതിയിലല്ല. അത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ചില പ്രൊഡ്യൂസേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. നഷ്ടമാണെങ്കിൽ നഷ്ടമായി, ദാറ്റ്സ് മൈ പ്രോബ്ലം. അത് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന നഷ്ടമൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ അനുവാദമില്ലാതെ അത് നഷ്ടമാണെന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. ഇപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്, ഈ താരങ്ങൾ കുറച്ചുകൂടി പണം, അവര് വാങ്ങുന്ന പണം കുറച്ച് കുറഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനായി പറയുന്നുണ്ട്. സൂര്യ എത്ര ശമ്പളം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് സൂര്യല്ലേ, അല്ലേ? ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്, ഞാൻ എത്ര ശമ്പളം, ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് പോയി അഭിനയിക്കും, ചിലപ്പം ഇത്ര എമൗണ്ട് ചോദിക്കും. അത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ഒരു അസോസിയേഷന് പറയാം, റിക്വസ്റ്റ് ചെയ്യാം, അല്ലാതെ അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ആക്ടേഴ്സ് തീരുമാനിക്കും. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു, അതിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, അത് നമുക്ക് എല്ലാവരും കൂടെ, അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം സഹകരിക്കണം. എൻ്റെ അടുത്ത് സഹകരിക്കാറുണ്ട് ആക്ടേഴ്സ്. നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നമ്മൾ കൊണ്ടുപോയാൽ അവർ സഹകരിക്കും. ഈ സിനിമയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. സുരാജ് സഹകരിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീൻ സഹകരിച്ചിട്ടുണ്ട്, പിള്ളേരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർക്കും കൂടെ തോന്നണം ഇങ്ങനെ ഒരു സിനിമ ഈ സിനിമ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിതിന് ഇത്ര ശമ്പളമേ വാങ്ങിക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില സ്ക്രിപ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാവാം ആക്ടേഴ്സ്, അല്ലേ? ആട് എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്.
എല്ലാവരും അത് വളരെ കോസ്റ്റ് കൂടിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു, ആട് എന്ന് പറയുന്ന സിനിമ ഒരാളുടെ മാത്രം ആവശ്യമല്ല, ഇത് നിർമ്മിക്കേണ്ട എൻ്റെ മാത്രം ആവശ്യമല്ല, ഇത് ഉണ്ടാക്കേണ്ടത് മിഥുൻ വാനോൾ തോമസിൻ്റെ മാത്രം ആവശ്യമല്ല. ഒരുപാട് ആക്ടേഴ്സിന് അന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്താനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പം എല്ലാവരും സഹകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നിർബന്ധമില്ലെന്നേ. എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും പിടിച്ച് നിങ്ങളെ മതിലിനോട് ചേർത്തിരുത്തിയിട്ട് നാളെ നീ സിനിമ എടുത്തില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ? ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങളൊരു ആക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ആക്ടർ ആ സിനിമയ്ക്ക് വേണ്ട ബിസിനസ് പ്ലാനിൽ ആ ശമ്പളം ആപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലേ. അത് വർക്ക് ചെയ്തിട്ട് ഓക്കെ എനിക്കിത് പറ്റണില്ല, ഓക്കെ ഫൈൻ, ഫെയർ ഇനഫ്, ഗോ ടു അനദർ ആക്ടർ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ സ്ക്രിപ്റ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദറ്റ് ദിസ് സിനിമ ഇസ് ഗുഡ് ആൻഡ് യു ഹാവ് ഗുഡ് ടെക്നീഷ്യൻസ് ടു വർക്ക് വിത്ത് യു ആൻഡ് ഈ ആക്ടർ ശമ്പളം പറയുന്നത് എനിക്ക് വർക്കാവുന്നില്ല, ഗോ ടു അനദർ വൺ. ഇവിടെ എത്ര ആക്ടേഴ്സ് ഉണ്ട് അഭിനയിക്കാൻ അറിയാവുന്നവർ അല്ലേ. ആൻഡ് കോൺഫിഡൻ്റ്ലി ഡു ഇറ്റ്. അതിനൊരു എക്സാമ്പിളാണ് പടക്കളം. വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആക്ടറാണോ? വളരെ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി. ഐ കം റൈറ്റ് ഓൺ ടൈം. ഞാൻ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എത്തും. ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. ബിക്കോസ് എനിക്കത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഉണ്ട്. ഞാൻ അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമയിൽ ഏത് ഡയറക്ടറിനോട് ഏത് ആക്ടറിനോട് ചോദിച്ചാൽ അറിയാം. ഞാൻ ചിലപ്പോൾ സെറ്റിലെത്തുമ്പോൾ അവിടെ ആരും എത്തിയിട്ടുണ്ടാവില്ല. ബിക്കോസ് അവർ ചിലപ്പോൾ 7 മണി എന്ന് പറഞ്ഞിട്ട് 8 മണിയാക്കിയത് എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പോയിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാറില്ല. കാരണം ഐ നോ ദ തിങ്. അത് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ വിട്ടുപോയിട്ടുണ്ടാവാം. അത് ഐ മീൻ ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ. ആർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനവിടെ എൻ്റെ ജോലി, ഞാൻ സെറ്റിലിരുന്ന് എൻ്റെ ജോലികൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെ ഇരുന്നും ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ റൂമിലിരുന്നാലും അതേ ഐ മീൻ ഞാൻ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ടായിരിക്കും സെറ്റിൽ പോകുന്നത് എൻ്റെ സിനിമയുടെ. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എൻ്റെ ഓഫീസിൽ. എവിടെ ഇരുന്നാലും കൊടുക്കാൻ നമുക്ക് സിസ്റ്റമുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ചെയ്യും. സോ മൈറ്റാസ്. പിന്നെ ഞാൻ ചില ദിവസം ഞാൻ പറയും എനിക്ക് നല്ല ടയർഡാണ്, എനിക്കൊന്ന് ഒരു മണിക്കൂർ ലേറ്റായിട്ട് എൻ്റെ ഷോട്ട് തുടങ്ങാൻ പറ്റുമോ? അത് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും ഉച്ചയ്ക്ക് ഞാൻ നല്ല ടയേർഡാണ്, ഇച്ചിരി ഒന്ന് ഉറങ്ങും, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് എൻ്റെ ഷോട്ട് വെക്കല്ലേ എന്ന് പറയും. ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർ ചെയ്യും, അല്ലെന്നെങ്കിൽ ചെയ്യില്ല. നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഐ എം വെരി പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി. ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജേണർ വെച്ചിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. ഇപ്പോൾ ജൂൺ ആണെങ്കിലും വാലാട്ടി നേരത്തെ പറഞ്ഞു, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിംസ്. അങ്കമാലി ഡയറീസ് ഒക്കെ പോലത്തെ ഒരു ഫിലിം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ പിന്നീട് അറിയപ്പെടുന്ന ഒരു ഫിലിംസ് ആയിരുന്നു. ഫ്രഷ് ഐഡിയാസാണ്, താങ്കൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഫ്രഷ് ഐഡിയാസും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും തമ്മിൽ ഇപ്പം എന്തോരം ഗ്യാപ്പുണ്ട്? അല്ല, ഇവിടെ മലയാളത്തിൽ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് തോട്ട്സ് ഇന്ത്യയിലെവിടെയും ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം മലയാളികളെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു 10 years ഹെഡാണ് ഇൻ ടേംസ് ഓഫ് തോട്ട്സ്, ക്രിയേറ്റീവ് തോട്ട്സ്. നമ്മൾ ഹെഡ് ഓഫ് ടൈം പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമകൾ 10-15 വർഷത്തിന് ശേഷവും ചില ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ അതവിടെ ഹിറ്റാവുന്നത്. മനസ്സിലായി? നമ്മുടെ ഹ്യൂമർ സെൻസ് അത്ര നമ്മൾ ഹെഡാണ്. അത് മലയാളിയുടെ ഹ്യൂമർ സെൻസിനെ മാച്ച് ചെയ്യാനായിട്ട് ലോകത്തിൽ വേറെ എവിടെയും ആരും ഉണ്ടെന്ന് തോന്നില്ല. അപ്പം ഇവിടെ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് സിനിമകൾ വേറെ ലാംഗ്വേജിൽ ഉണ്ടാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇടയിൽ നമ്മളെവിടെയോ നമ്മളൊരു മറ്റുള്ള ഭാഷകളെ കോപ്പി ചെയ്തൊരു മസാലയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സിനിമകൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. അപ്പോഴും നമ്പർ ഓഫ് സിനിമകൾ പറഞ്ഞു. പക്ഷെ വീണ്ടും നമ്മൾ കണ്ടന്റ് സിനിമകളുടെ ഇതിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മുടെ മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്ന പാതയാണ് നമ്മളെപ്പോഴും. അപ്പോൾ ഇപ്പം നോക്കൂ, അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എല്ലാം വീണ്ടും നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ മാസ് സിനിമകൾ വേണ്ടാന്നല്ല, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സാണ്. അപ്പം മലയാളത്തിലുണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് കോൺസെപ്റ്റ്സ് വേറൊരു ഭാഷയിലും അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് കൊള്ളാം, പക്ഷെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രയധികം റവന്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ എത്രയോ സ്ക്രിപ്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും മാറ്റി വെക്കുന്നുണ്ട് ഈ സമയത്ത്. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ നിൽക്കുന്ന സമയമല്ല നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിക്കണം ഇത് ഇറങ്ങുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു
നമ്മൾ ട്രാക്ക് ചെയ്യുക. നമ്മളൊരു ഐ എം എ ബിസിനസ് മാൻ റൈറ്റ്. അപ്പോൾ OTT ഒരു മൂവ്മെൻറ്റ് എന്താണ്, നമ്മളെപ്പോഴും ആ ഒരു പാരലൽ ബോക്സ് ഓഫീസ് വെക്കണം. അപ്പം ബോക്സ് ഓഫീസിൽ ഇതിന് ഇത്ര ശതമാനം, ഇപ്പോൾ എല്ലാവരും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നില്ല, അപ്പം ഇത്ര ശതമാനം വരെ ഇത് ബോക്സ് ഓഫീസിൽ നിന്നും കൊണ്ടുവരാം, അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിനും ഇത് വർക്കാവണം. എല്ലാ ഓഡിയൻസിനും വർക്കായാൽ മാസ് ഹിറ്റ് എന്ന് പറയും. ഇത് ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും വർക്കാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മുടെ ബോക്സ് ഓഫീസ് എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയാം, ഇന്ന കാസ്റ്റിൽ വെച്ച് ഇത് പോയാൽ ഇത്ര ആഴ്ച ഓടിയാൽ ഇത്ര കിട്ടും. അത് സയൻസാണ്. അപ്പം നമുക്ക് അത് ഇത്രയേ ഉള്ളൂ. ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാറുണ്ട്. അതായത് ഈ സിനിമ ഒരു 175 അല്ലെങ്കിൽ 200 തിയേറ്ററിൽ നമുക്ക് ഇറക്കാം. അങ്ങനെ ഇറക്കിയാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ഒരു 70% ഫുള്ളായിട്ട് 125 രൂപ ആവറേജ് ടിക്കറ്റ് പ്രൈസ്, 100 സീറ്റ് അല്ലെങ്കിൽ 120 സീറ്റ് ഇൻറ്റു അടിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് എടുത്താൽ ഇത്ര ബോക്സ് ഓഫീസ് വരും എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ്സ് വേണം. ആ റൈറ്റ്സ് വിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇത്ര ഓടണം. അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവരുടെയൊക്കെ പ്ലാൻ എന്താണ് ഇപ്പം നമുക്കറിയില്ല. പക്ഷേ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെ ഒരുപാട് ബിസിനസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോം ഇടും, ഇതാ കുറച്ച് കഴിയുമ്പോൾ ഇത് മൊത്തം പേപ്പർ വ്യൂയിലേക്ക് പോവാണ്. നമ്മൾ അടുത്ത വർഷം ചിലപ്പോൾ സിനിമകൾ കുറേ ഇങ്ങനെയുള്ളൊരു ജോണറായിരിക്കും നമ്മൾ നോക്കുന്നത്, വെബ് സീരീസിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ജോണേഴ്സിൽ ചിലപ്പം ഇത് ചെയ്യാറുണ്ട്. അപ്പം നമ്മളും അത് ആലോചിക്കും, ഓക്കെ ഇങ്ങനത്തെ ഒരു ജോണർ പിടിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അടുത്ത വർഷം എന്താ സംഭവിക്കുക എന്നുള്ളത്, ഇപ്പോൾ അമീർ ഖാൻ്റെ സിത്താരെ സമീൻ പർ അത് യൂട്യൂബിലൂടെ പേപ്പർ വ്യൂവിൽ വരാൻ പോകുന്നു അല്ലേ. അത് ഇറ്റ്സ് എ ബിഗ് റെവല്യൂഷൻ. ഇത് ഐ എം മോണിറ്ററിങ് ഇറ്റ് ആൻഡ് തിങ്കിങ് ഓക്കെ ഇത് പൈറസി എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യുക. ഇനി പൈറസി അവർ ഒബ്വിയസ്ലി ദേ ആർ ഓൾസോ നോട്ട് ഡം. അപ്പം പൈറസി ടാക്കിൾ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ അവന്യൂ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് അല്ലേ. അപ്പം ബോക്സ് ഓഫീസിൽ നിന്നും OTTയുടെ ഇടയിലേക്ക് പുതിയൊരു റവന്യൂ സ്ട്രീം വരികയാണ് അല്ലേ. അപ്പം നമ്മളത് ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തിട്ട് വെയിറ്റ് ആൻഡ് വാച്ച് പിടിക്കുക അല്ലേ. OTT എന്താവും എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും OTT മലയാള സിനിമകളിലെ അധികം അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വലിയ സിനിമകൾക്ക് അത് വരുന്നു. പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകൾ അതിൽ മലയാളത്തിൽ നിന്നൊരു അലോക്കേഷൻ പോകുന്നു. അതായത് ഇവിടെ അത് വർക്കാവുന്നുണ്ട്. ഇപ്പോൾ പുഷ്പ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തഗ് ലൈഫ് വരുന്നു. അങ്ങനെ പാൻ സൗത്ത് സിനിമകൾ ഇപ്പോൾ ഒരുപാട് പാൻ സൗത്ത് സിനിമകൾ വരുന്നു. ഇപ്പോൾ തെലുങ്കിൽ നിന്നും അപ്പോൾ എല്ലാവരും മലയാളത്തിൽ നിന്നുള്ള ആക്ടേഴ്സ് അവിടെ പോയി അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് നോട്ട് ഓൺലി ഇപ്പോൾ KGF വരുന്നു. അപ്പം ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ തെലുഗു ഫിലിം. അത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും അതേപോലെ പ്രൊഫഷണൽ ഡബ്ബിങ് ചെയ്ത് ഒരു മലയാള സിനിമ ഇറങ്ങുന്ന പോലെ ഇവിടെ ഇറങ്ങുന്നുണ്ട് അല്ലേ. ആൻഡ് ബിഗ് ബഡ്ജറ്റ്. അപ്പം അത് മലയാള ഓഡിയൻസിന് അത് OTT മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഒരു അലോക്കേഷൻ അതിന് പോകുന്നു. അപ്പം 100 കോടി രൂപ മലയാള സിനിമ വാങ്ങിക്കാൻ ഒരു OTT പ്ലാറ്റ്ഫോമിനുണ്ടെങ്കിൽ 3-4 സ്പാൻ സൗത്ത് സിനിമകൾ വാങ്ങിക്കുമ്പോൾ 50% ഓഫ് ദ അലോക്കേഷൻ അതിന് പോയി. ആ സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അവിടെയാണ് മലയാള സിനിമയുടെ കുറയുന്നത്. അപ്പോൾ പണ്ട് 60 സിനിമ എടുത്തുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് 10 സിനിമ അല്ലെങ്കിൽ 12 സിനിമ എടുക്കുന്നതിൻ്റെ കാരണം ഒരു മേജർ അലോക്കേഷൻ ഓഫ് ദെയർ ആനുവൽ ബഡ്ജറ്റ് ഈസ് ഗോയിങ് ടു പാൻ സൗത്ത് ആൻഡ് പാൻ ഇന്ത്യൻ സിനിമകൾ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.